ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു 2 വീക്സ് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മല്ലു ഫാമിലിയിലെ നിത സുജിൻ്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെനിക്ക് റീച്ച് കിട്ടാനോ വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്ത കാര്യമല്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു 2 ഡേയ്സ് മുന്നേ ഈസി സ്മൈൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിനകത്ത് മല്ലു ഫാമിലിയിലത്തെ സുജിനെതിരായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. എടാ മലരെ, ഇത്ര നേരം ഞാൻ നിന്നോട് നല്ല രീതിക്കാണ് സംസാരിച്ചത് കേട്ടോ. വെറുതെ ഇപ്പോൾ നീ കാണിക്കുന്നതുണ്ടോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് നീ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ്. എനിക്കതിനകത്ത് ഒരു പേടിയില്ല. വെച്ചിട്ട് പോടാ മൈര, വെച്ചിട്ട് പോ ഈ വെറുതെ നമ്മൾ വർത്തമാനം പറഞ്ഞത് മുന്നിക്ക് പോകും. നിങ്ങൾക്ക് അത്ര വല്ല നിൻ്റെ അണ്ടിക്ക് ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ചെറുപ്പശ്ശേരിക്ക് വാ. ചെറുപ്പശ്ശേരി വന്നിട്ട് മഞ്ചക്കല്ല് ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കും. ഞാൻ നേരെ മഞ്ചക്കല്ലിക്ക് വന്നി, അവിടെ ഉണ്ട് ഞാൻ. അത്ര വലിയ ചങ്കുറപ്പുള്ള തന്തയ്ക്ക് ഉണ്ടായതാണെങ്കിൽ ഈ നേരിട്ട് വന്നിട്ട് വിളിക്ക്. അല്ലാണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ ആർക്കും പറ്റും കേട്ടാ മൈ. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഇത് ഈസി സ്മൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ആകെ 6 സബ്സ്ക്രൈബർ എങ്ങാനേ ഉള്ളൂ. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 2 ഡേയ്സ് പോലും ആയി കാണത്തില്ല ഇപ്പോൾ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അതിന് ഏകദേശം 1K എബോവ് വ്യൂസും ഉണ്ട്. അപ്പോൾ കേൾക്കുന്നവരെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിചാരിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മല്ലു ഫാമിലിക്ക് സുജിൻ്റെ സ്വഭാവം എങ്ങനെയാണോ, ഇവൻ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് സാധാരണക്കാരായ ആൾക്കാരെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുക. പക്ഷെ ഇങ്ങനെയല്ല സത്യം. ഇതിനൊരു മറുവശം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സുജിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് കേട്ടു നോക്കാം. ശരിക്കുള്ള ഇതാണ് ആ അക്കൗണ്ട് കേട്ടോ. എനിക്ക് ഈ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കൗണ്ടും ഇവർ ഈ അക്കൗണ്ടത്തെ ഈ യൂട്യൂബ് ഉണ്ടാക്കിയ ആൾക്കാരനെയാണ് തോന്നുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതായത് ഈ അക്കൗണ്ടിൽ 166K ഫോളോവേഴ്സ് ഉണ്ട്. ഇതാണ് പ്രൊഫൈല്, കണ്ടോ? പ്രൊഫൈല് കാര്യങ്ങളൊക്കെ കണ്ടു. അവരെനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് നേരെ കാണിച്ചിട്ട് നേരെ ശ്രദ്ധിച്ചോ. നമ്മളെ കൊണ്ടാക്കിയിട്ട് ആൾക്കാർ ചാനൽ തുടങ്ങാനും ഇങ്ങനെ ഇപ്പം ഈ വീഡിയോ ആ ആൾ കാണണമെങ്കിൽ അവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് പൊന്നു മോളെ അല്ലെങ്കിൽ മോനെ എവിടെ എത്തില്ല. കണ്ടോ? ഹലോ സുജിൻ ചേട്ടാ, ബിഗ് ഫാനാണ് ഏട്ടാ ഏട്ടാ ഏട്ടാ. പിന്നെ അതൊക്കെ കുറേ കരയണ സിമ്പിളുകൾ കിട്ടുന്നുണ്ട്. നേരെ കാണിച്ചാൽ ഒരു മിനിറ്റ്. അവിടെ പനി ഫോൺ ഒന്ന് വിളിച്ചാൽ ഇതൊന്ന് വിളിച്ചാൽ ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഞാൻ നേരെ കാണിച്ചത് ക്ലിയർ ആവണില്ല ഗൈസ്. ശ്രദ്ധിച്ചോട്ടോ, അൻഷ ഫോൺ ഇറങ്ങി കേട്ടോ. കേട്ടോ സുജിൻ ചേട്ടാ, കണ്ടോ? അതൊന്ന് റിപ്ലൈ തരുമോ ഏട്ടാ, പ്ലീസ് കണ്ടോ? ഞാൻ നിങ്ങളുടെ നിങ്ങളെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പൊന്നൂസിനെയും കിടുവിനെയും യുവമോളെന്ന് ഉദ്ദേശിച്ചത് ഇത് യുവമോളെയും വത്സല അമ്മയും കുഞ്ചൂസിനെയും എല്ലാവരെയും എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരങ്ങനെ നിങ്ങളുടെ വീഡിയോ പണ്ടോട്ട് കാണാം. അപ്പോൾ ഞാനൊരു ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കാണാലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടാ റിപ്ലൈ കിട്ടിയെന്നൊക്കെ പറഞ്ഞ മറ്റേ വിഷമത്തിൻ്റെ സിമ്പിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ വീട് എവിടെ ചോദിച്ചതിന് എൻ്റെ വീട് മലപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എന്തായാലും ഒരു ദിവസം മീറ്റ് ആക്കാട്ടോ എന്ന് പറഞ്ഞ് ഞാനൊരു ലവ് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ കുറച്ച് ഇങ്ങനെ എഴുതി ഞാൻ വായിച്ചത്. നിങ്ങൾക്ക് കാണണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചുതരാം. എനിക്ക് അച്ഛനില്ല. അപ്പോൾ ഇതെന്താ സംഭവം ഞാൻ ചെറുതായിട്ടൊന്ന് വ്യക്തമാക്കാം. ഒരു ദിവസം മല്ലു ഫാമിലിത്തെ സുജിന് ശ്രീകുട്ടി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെയ്യുന്നു. അത്യാവശ്യം 100 സംതിങ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെയ്ത് സുജിന് കുറേ മെസ്സേജ്, ഹായ് ഹലോ ചേട്ടാ, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഒരു ദിവസം വരികയും സുജിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടി സുജിനോട് പറയുകയാണ്, മോളാണോ മോനാണോ ആണാണോ പെണ്ണാണോ ഈ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, +1 പഠിക്കുന്ന കുട്ടിയാണ്. EMIക്ക് എങ്ങനെ എന്തൊരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് EMI കട്ടായി കിടക്കുവാണ്, പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിവർത്തിയില്ല, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ചേട്ടാ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് സുജിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന്. അപ്പോൾ സുജിൻ ഓക്കെ കുഴപ്പമില്ല, സുജിൻ മാന്യമായ രീതിയിലാണ് മറുപടി കൊടുത്തേക്കുന്നത്. ഓക്കെ കുഴപ്പമില്ല, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് സുജിൻ മറുപടി കൊടുത്തു. അപ്പോൾ ഓക്കെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സുജിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സുജിൻ പറഞ്ഞു, പിന്നെ ഇവരോട് ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ സഹായിക്കാം, നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാൻ പറഞ്ഞു. EMIക്ക് നമ്മൾ ഫോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്തായാലും ഉണ്ടാവുമല്ലോ, ഡീറ്റെയിൽസ് ഒന്ന് അയക്കാൻ പറഞ്ഞു. ആ സമയത്ത് വളരെ മോശമായിട്ട് പെരുമാറി
പെരുമാറുകയും ഈ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അറിയില്ല കേട്ടോ, ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായിട്ട് പെരുമാറുകയും ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ക്യാഷ് കിട്ടുമെന്ന് ഞാനായിട്ട് അടച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആർക്കായാലും സംശയം വരും, ഇതെന്തോ ഉടായിപ്പാന്ന് ആർക്കായാലും സംശയം വരും. അങ്ങനെ സുജിൻ മനസ്സിലായി, ഇവനെ സുജിനെ പറ്റിക്കുകയാന്ന് സുജിന് മനസ്സിലായി. അപ്പൊ സുജിൻ ഏതൊരാണും പെണ്ണും പ്രതികരിക്കുന്ന രീതിയിൽ തന്നെയാണ് സുജിൻ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഓഡിയോ ക്ലിപ്പാണ് മറ്റേ ഈസി സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനകത്ത് കേൾപ്പിച്ചേക്കുന്നത്. സുജിൻ തെറി വിളിക്കുന്നുള്ള രീതിയിൽ, വലിയ മോശപ്പെട്ട തെറിയൊന്നുമല്ല, എന്നാൽ എല്ലാവരും അത്യാവശ്യം യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ഒരു തെറിയാണ് സുജിൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ സുജിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. സുജിൻ ചെയ്തത് ന്യായമായിട്ടുള്ള കാര്യമാണ് സുജിൻ ചെയ്തത്. കാരണം നമ്മളോട് ഒരാൾ സഹായം ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ അവകാശം ഉണ്ടല്ലോ, എങ്കിൽ മാത്രമേ നമ്മൾ സഹായിക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് വ്യക്തിപരമായിട്ട് അത് ഓക്കെ ജെനുവിനാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മളപ്പോൾ ആരെയായാലും സഹായിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ വഴി പോകുന്നവരൊക്കെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും ഇല്ല. അപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കാണുന്നത് മാത്രമായിരിക്കില്ല സത്യം, അതിനെല്ലാത്തിനും ഒരു മറുവശം കൂടെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈസി സ്മൈൽ എന്ന് പറയുന്ന അക്കൗണ്ട് ഇത് ആരാ ഹാൻഡിൽ ചെയ്യുന്നൊന്നും അറിയത്തില്ല. ചിലപ്പം ശ്രീകുട്ടി എന്ന് പറയുന്ന വ്യക്തിയാണോ, ഇനി അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും വ്യക്തികളാണോ എന്നും അറിയത്തില്ല. ഇവര് സുജിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതാണോ ഈ ഒരു പരിപാടി, അതോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം എന്തെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണോ എന്തെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ കാണുന്നത് മാത്രമായിട്ടില്ല സത്യം, എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.